അപ്പോൾ രാവിലെ യാത്ര തിരിക്കുന്നുണ്ട്. നേരെ ലക്നൗ ആണ് ഇന്നത്തെ സ്റ്റേ വരുന്നത്. അവിടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ തന്നെയാണ്. രാവിലെ വണ്ടി പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. ആദ്യം ഒരു ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി പോയി. ഞങ്ങൾ വണ്ടി സൈഡാക്കി കൊടുത്തു. രണ്ടാമത് വീണ്ടും ഒരു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക്, രാവിലെ എന്ന് പറയുമ്പോൾ ഒത്തിരി രാവിലെ ഒന്നും ഇല്ല കേട്ടോ, 6 മണിക്കുള്ള സമയമാണ് പറയുന്നത്. രണ്ടാമതൊരു വണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും സൈഡിലാക്കി. പിന്നെ ബ്രൈറ്റും ഡിമ്മും അടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ കുറച്ചുകൂടെ സൈഡാക്കി. ലാസ്റ്റ് ഞാൻ സൈഡാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഈ വഴി പോകാൻ വേണ്ടിയിട്ട് കാണിച്ചപ്പോഴത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ ഈ വഴി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കേട്ടില്ല. എൻ്റെ ടയറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, കേരളക്കാർക്ക് ഇവിടെ വണ്ടി വയ്ക്കാൻ പറ്റില്ല, സൈഡിലോട്ടെടുത്ത് കളയാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റിൽ ലെനിനെയാണ് കാണുന്നത്, എന്നെ അല്ല കാണുന്നത്. അവൻ പറഞ്ഞു ഇല്ല ബ്രോ. അപ്പോൾ ഞാൻ വീണ്ടും പറയണുണ്ട്, അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അടുത്ത് കുറേ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കൊന്നും ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് പിന്നെ ലക്നൗ വരെ പോകണം, ഇന്ന് എത്തേണ്ടതാണ്, ഒന്ന് വിടുവോ, ഒന്ന് ഈ സൈഡിൽ കൂടെ പോകുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഓ നിങ്ങൾ സ്ത്രീയാണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് ആ ചാനലുണ്ടോ, 360 ഉണ്ടോ, ഇൻസ്റ്റ 360 ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഗോപ്രോ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചാനലിൻ്റെ പേര് കൊടുക്കാൻ പറഞ്ഞു. ചാനലിൻ്റെ പേര് കൊടുത്തു. അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ്, ഇതെൻ്റെ മകനാണ്, ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്. അപ്പോഴത്തേക്ക് ക്ലിഞ്ചോം ഇറങ്ങി വന്ന് നേരെ വന്ന് എൻ്റെ കാലേ തൊട്ടങ്ങ് തൊഴുതു. വാരി അടിക്കാഞ്ഞത് ഭാഗ്യം. അത് കഴിഞ്ഞു നേരെ ലെനിൻ്റെ അടുത്ത് പറഞ്ഞ്, ബ്രോ വെളിയിലിറങ്ങാൻ. ലെനിൻ ആ ദേഷ്യത്തിലങ്ങനെ നിൽക്കുകയാണ്. ബ്രോ വെളിയിലിറങ്ങുമെന്ന് പറഞ്ഞിട്ട്, അതായത് അവൻ വണ്ടീൻ്റെ ഈ സൈഡിൽ നിൽക്കുമായിരുന്നു. ഇറക്കിയിട്ട് അവനെ കെട്ടിപ്പിടിച്ച് 2 ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഈ വഴി പോലും പോകാതെ വന്ന വഴിയേ തന്നെ സോറി. ഒരു 4 പയ്യന്മാരുണ്ടായിരുന്നു, അതിനകത്ത് 4 പേര് ഇറങ്ങിയെന്ന് സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. മീൻസ് എനിക്ക് തോന്നുന്നു ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരിയധികം മലയാളികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ KL വണ്ടി അവൻ ഇത്രയും ഇതിൽ, ഞാൻ പെണ്ണാണെന്ന് അവൻ കണ്ടത് പിന്നെയാണ്. പക്ഷേ എൻ്റെ വണ്ടിയിലെ KL അവൻ കറക്റ്റായിട്ടും അവൻ കണ്ടിട്ട് പറഞ്ഞു, KL വണ്ടിയുടെ അപ്പുറത്ത് പറയാനാണ് പറഞ്ഞത്. അപ്പം ദയവായിട്ട് ഡൽഹിയിൽ വന്ന് KL വണ്ടിയായിട്ട് വരുന്നവരെ ഇവിടെയുള്ള പിള്ളേരുടെ അടുത്ത് പെട്ടെന്ന് അടികൂടാൻ പോകല്. ഓൾറെഡി നമ്മളെ കേരളക്കാർ ഇവിടെ വന്ന് അലമ്പാക്കി വെച്ചേക്കുകയാണ്. മാക്സിമം നമ്മൾ ആരുടെ അടുത്ത് കൊടുക്കാതെ സോഫ്റ്റായിട്ട് ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് രാവിലെ ഇത്രയേ പറയാനുള്ളൂ.